അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നൽകുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്, നിഅമത്തുകളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു തുടങ്ങിയത്. ഓരോ നിമിഷവും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അവൻ നമ്മിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നാം സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നാം ജനിച്ചത്, നാം നിലനിൽക്കുന്നത്, നാം വളർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അവൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന കാര്യം നാം വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ എണ്ണവും വണ്ണവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും കണക്കാക്കാൻ പറ്റാത്ത അത്രയും വിപുലമായ അനുഗ്രഹങ്ങളാണ് അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും നാം മനസ്സിലാക്കി. അങ്ങനെയുള്ള അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ, നിഅമത്തുകളിൽ ഏതെങ്കിലും ഒന്ന്, ചിലത് നീങ്ങിപ്പോകുമ്പോൾ നമുക്ക് ദുർറ് ബാധിക്കുന്നു, നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ദോഷം ബാധിക്കുന്നു എന്ന കാര്യവും നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി മനസ്സിലാക്കി. അങ്ങനെയുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങുന്നത് എന്തുകൊണ്ട്? ഉദാഹരണമായി, അള്ളാഹു നമുക്ക് നൽകിയ കാല്, ആ കാലുകൊണ്ട് നടക്കാൻ കഴിയുക, അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നതാണ് അതിൻ്റെ അനുഗ്രഹം. എന്നാൽ ആ കാല് ഒന്ന് അനക്കാൻ കഴിയാതിരിക്കുക, ശക്തമായ വേദന കൊണ്ട് താങ്ങാൻ കഴിയാതിരിക്കുക, അതൊരു ഭാരമായി മാറുക, ഇങ്ങനെ കാലിൻ്റെ ഗുണങ്ങൾ, അതുകൊണ്ടുള്ള ഒരു ഗുണങ്ങൾക്ക് പകരം, അതിൻ്റെ ഉപകാരത്തിന് പകരം ദ്രോഹമായി മാറുന്ന, അതൊരു വല്ലാത്ത വിഷമമായി മാറുന്ന ഒരു അവസ്ഥ, ആ കാലിന് അള്ളാഹു നൽകിയ നിയമത്തിനെ പിൻവലിക്കപ്പെട്ടു. അപ്പോൾ മാത്രമാണ് അതിന് ആ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റാതെ വരുന്നത് അതിന് അള്ളാഹു നൽകിയിരിക്കുന്ന നിയമത്ത് അത് പിൻവലിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇതിൽ ഒരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പിൻവലിക്കപ്പെടുന്നത്? നീങ്ങിപ്പോകാൻ ഇങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹം, അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന, വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹം നീങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ വിധി. അള്ളാഹു വിധിച്ചതല്ലേ, അതുകൊണ്ട് അത് അനുഭവിക്കുകയല്ലാതെ മറ്റെന്ത് വഴി? അള്ളാഹു തരുന്നത് സ്വീകരിക്കുകയല്ലാതെ മറ്റെന്തു വഴി? ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖളാ ഖദറിലേക്ക് അതിനെ ചേർത്തി പറയുമ്പോൾ, ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടി ലോകത്ത് നടക്കുന്ന ഓരോ അനക്കവും അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ്, അവൻ്റെ ജ്ഞാനത്തിൽ ഉള്ളതാണത്, അവൻ്റെ അറിവിനാൽ സംഭവിക്കുന്നതാണത്, അവൻ്റെ കൽപ്പന പ്രകാരമാണ് നടക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മിൽ സംഭവിക്കുന്നതും അവൻ്റെ അറിവിൽപ്പെട്ടതും അവൻ്റെ അനുമതി പ്രകാരവും അവൻ്റെ കൽപ്പന പ്രകാരം, ഇദാ അറാദ ശൈഅൻ അൻ യകൂന ലഹു കുൻ ഫയകൂൻ എന്ന അമ്രിനാൽ, കൽപ്പനയാൽ സംഭവിക്കുന്നതാണ്. അവൻ ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന കൽപ്പന, ഉണ്ടാകണം എന്ന കൽപ്പന, അപ്പോൾ അത് സംഭവിക്കും. പക്ഷെ ഈ സംഭവിക്കുന്നത് വിധിയെ പഴിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായിട്ടാണ് നമ്മിൽ നിന്ന് വരുന്നത്. അള്ളാഹു വിധിച്ചതല്ലേ, അനുഭവിക്കുക തന്നെ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു
അള്ളാഹു വിധിച്ചത് കൊണ്ടാണ് എനിക്ക് രോഗം, അള്ളാഹു വിധിച്ചത് കൊണ്ടാണ് ഈ ദുരന്തം എന്നൊക്കെയുള്ള ഒരു ധ്വനിയാണ് അതിലുള്ളത്. എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്നതിനെപ്പറ്റി അതിൻ്റെ കാരണത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്ന പോലുമില്ല. ഇവിടെയാണ് ഖളാ ഖദർ എന്ന വിഷയത്തെ നമുക്ക് ക്ലിയറായി മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് വിശദമായി സംസാരിക്കേണ്ട, ദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കതിൻ്റെ സന്ദർഭം വരുമ്പോൾ സംസാരിക്കാം. നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ വിധിപ്രകാരം സംഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം. മരണം അള്ളാഹുവിൻ്റെ വിധിപ്രകാരം സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ ഈമാനാണ്. അവൻ്റെ വിധി വരുമ്പോഴാണ് മരണം സംഭവിക്കുക. എന്നാൽ ഒരാൾ ഞരമ്പ് മുറിച്ച് ശരീരത്തിലെ രക്തമെല്ലാം വാർന്നൊലിച്ച് ആത്മഹത്യ ചെയ്ത് മരിച്ചു പോകുന്നു. അള്ളാഹുവിൻ്റെ വിധിയാണ് മരണം, യാതൊരു സംശയവുമില്ല. രക്തം വാർന്നൊലിച്ചാൽ മരണപ്പെടും എന്നത് അള്ളാഹുവിൻ്റെ നിയമമാണ്. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ച നിയമമാണ്. രക്തമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉത്തരവാദി ആര്? ഇങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ, ഞരമ്പ് മുറിച്ച് ഞാൻ അല്ലെങ്കിൽ ഒരാൾ ജീവനൊടുക്കാൻ വേണ്ടി അയാളുടെ ഞരമ്പ് മുറിച്ച് രക്തം വാർന്നൊലിച്ചാൽ മരിക്കുന്നത്. ഇവിടെ ഒരു ഉത്തരവാദി ആര്? ഇങ്ങനെ നമ്മിൽ സംഭവിക്കുന്ന ഏതൊരു പ്രയാസത്തിൻ്റെയും ഒരു ഉത്തരവാദിത്തം ആർക്ക് എന്നതിനെ പറ്റി നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. റഹ്മാനായ, വദൂദായ, റഊഫായ, ദയാലുവായ, കരുണാമയനായ, സ്നേഹസമ്പന്നനായ അള്ളാഹു ഇങ്ങനെ എന്തെങ്കിലും വിധിക്കുമോ? അല്ലെങ്കിൽ നമ്മെ കഷ്ടപ്പെടുത്താൻ വേണ്ടി വെറുതെ ഒരു വിധി തരുമോ? അള്ളാഹുവിൻ്റെ ഓരോന്നും യുക്തിപൂർവമുള്ളതാണ് എന്ന് നമുക്കറിയാം. ഹിക്മത്ത്, അവൻ്റെ ഹിക്മത്താണ് എല്ലാത്തിനും. അവൻ്റെ ഇൽമും ഹിക്മത്തും പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് യുക്തിപൂർവമായി സംഭവിക്കുന്ന ഈ സംഗതിയുടെ കാരണമെന്ത് എന്ന് പരിശോധിക്കുവാൻ നോക്കുക. അള്ളാഹുള്ള വിശ്വാസം എന്താണ്? നമുക്ക് അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ വിശ്വസിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം എന്താണ് നമുക്കുള്ളത്? നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ കഹ്ഫിൽ 18-ാമത്തെ അധ്യായം 49-ാമത്തെ വചനത്തിൽ പറയുന്നു, വലാ യസ്ലിമു റബ്ബുക അഹദാ. നിന്റെ രക്ഷിതാവ് ഒരുത്തനോടും അക്രമം ചെയ്യില്ല, അനീതി ചെയ്യില്ല. അർഹമായതേ സംഭവിക്കൂ, അനീതിയായിട്ട് സംഭവിക്കില്ല ഒരുത്തനോടും. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്. നിന്റെ രക്ഷിതാവ് അവന്റെ അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവനെയല്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ, സൂറത്തുൻ നിസാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അണുവിന്റെ തൂക്കം, മിസ്ഖാല ദർറത്ത്, ഒരു ആറ്റത്തിന്റെ അത്ര പോലും ദുൽമു ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഇതിനെ ചേർത്തി പറയുമ്പോൾ നമ്മുടെ ഈമാൻ ക്ലിയറായി മാറണം. എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു ധാരണ വരുന്നു. ഉത്തരവാദിത്തം ആർക്കാണ് എന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമുക്ക് ഉണർത്തിത്തരുന്നു. സൂറത്ത് യൂനുസ് 10-ാമത്തെ അധ്യായത്തിലെ 44-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ മിൻ ഷൈഇൻ. തീർച്ചയായും അള്ളാഹു ഒരു മനുഷ്യനോടും ഒരു തരിമ്പും അക്രമം ചെയ്യുന്നതല്ല. വലാകിന്നൻ നാസ അൻഫുസഹും യദ്ലിമൂൻ. എന്നാൽ മനുഷ്യർ അവരോട് അവർ തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അക്രമത്തിന്റെ, അവന് വന്ന വിപത്തിന്റെ ഉത്തരവാദിത്തം അവനിൽ തന്നെയാണ് ഉള്ളത് എന്നത്. ലുറ് വരാൻ ഞാനെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ എന്താണ് എൻ്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കുറ്റം കൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്ന ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു.
അത് ദൂരീകരിക്കപ്പെടണം. നമ്മൾ പറയും, എല്ലാത്തിൻ്റെയും മുന്നിലുള്ള ഞാൻ, നേതാവായ ഞാൻ, പണ്ഡിതനായ ഞാൻ, സംഘാടകനായ ഞാൻ, ഉപദേശം കൊടുക്കുന്ന ഞാൻ, നമസ്കാരക്കാരനായ ഞാൻ, ഈ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ ഒരു ചോദ്യം, ഒരു സംശയം നമ്മിൽ കടന്നു വന്നിരിക്കുന്നു. കർമ്മങ്ങളിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. അത് അവന് ആവശ്യവുമില്ല. അവൻ നോക്കുന്നത് ആ കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ ഹൃദയ വികാരം എന്ത് എന്നാണ്. ഏതൊരു കാര്യവും ചെറുതോ വലുതായ ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ ഹൃദയത്തിൽ, അതിനു വേണ്ടിയാണോ, ഹുബ്ബുള്ളയാണോ, അവനോടുള്ള സ്നേഹമാണോ ആ കർമ്മം ചെയ്യുന്നതിൻ്റെ കാരണം, ശുക്റുള്ള അള്ളാഹുവിന് നന്ദി കാണിക്കലാണോ ലക്ഷ്യം? ഇതാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രമാണോ എങ്കിലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ചതാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല ധാരണ, കൃത്യമായ ശരിയായ ധാരണയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഒരു ഹദീസ്, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു, യഖൂലു, അവിടുന്ന് പറയുന്നു, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങൾ ഒരുത്തരും മരണപ്പെട്ടു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാഹി അസ്സ വജല്ല, മഹാനായ പ്രതാപിയായ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തോടുകൂടെ അല്ലാതെ മരിച്ചു പോകരുത്. എപ്പോഴാ മരിച്ചു പോവുക? എപ്പോഴും മരിച്ചു പോകാം. അപ്പോൾ നല്ല വിചാരം എപ്പോഴൊക്കെ ഉണ്ടാകണം? സദാ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല വിചാരം വെച്ച് പുലർത്തുന്നവനാകണം. അങ്ങനെയുള്ളവനാണ് വിശ്വാസി. അങ്ങനെയല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയരുത് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. അപ്പോൾ നമ്മിൽ വന്ന ഓരോ വിപത്തിൻ്റെയും കാരണങ്ങൾ എന്ത്, അത് പരിശോധിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നിഅമത്ത് എന്ന സംഗതിയെപ്പറ്റി വിവരിക്കുകയാണല്ലോ നാം. നിഅമത്തിന് ആ വിഷയത്തിൽ, നിയമത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് കാണിക്കേണ്ട ശുക്ർ, അള്ളാഹുവിനോട് കാണിക്കേണ്ട ശുക്രിന് അതിൻ്റെ പ്രാധാന്യം അതെന്താണ്, എന്തിനാണ് ശുക്ർ ചെയ്യുന്നത്? ഖനിയായ അള്ളാഹുവിന് നമ്മുടെ ഒരു ശുക്ർ വേണോ? അവൻ്റെ ഐശ്വര്യത്തിലേക്ക് നമ്മുടെ ഒരു ശുക്രിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഖനിയ്യുൻ അനിൽ ആലമീൻ, എല്ലാവരിൽ നിന്നും ഐശ്വര്യവാനാണല്ലോ അള്ളാഹു. പിന്നെന്തിനാണ് ശുക്ർ എന്ന സംഗതി? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വാക്ക്, ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കുക. വഇദ് തഅദ്ദന റബ്ബുക്കും, സൂറത്ത് ഇബ്രാഹിം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷിതാവ് നിങ്ങൾക്ക് പെർമിഷൻ തന്നതാണ്. റബ്ബ് പെർമിഷൻ തന്നിട്ടുണ്ട്, ഇതിന് കൊടുത്തിട്ടുണ്ട്, അനുവദിച്ചതാണ്, സാങ്ഷനാക്കിയതാണ്. ലഇൻ ശക്കർത്തും, എന്താണത്? ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിയമത്തിൻ്റെ നന്ദിയുള്ളവരായാൽ നിങ്ങൾക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമായി സംഭവിക്കാം. അപ്പോൾ നന്ദികേടിനൊരു ഒരു വിഷയം, അതിൻ്റെ ഒരു അനന്തര ഫലമുണ്ട്. നന്ദി കാണിച്ചാൽ അവൻ്റെ നിയമത്ത് നിലനിർത്തുക മാത്രമല്ല, അതിൽ വർധനവും ശക്തിയും നൽകും. ഇത് അള്ളാഹു നൽകിയ ഇതിനാണ്, അവൻ അനുവദിച്ച സംഗതിയാണ്. അനുവദിച്ചത് കിട്ടുമല്ലോ, അള്ളാഹു അനുവദിച്ചതല്ലേ, അത് ലഭിക്കുക തന്നെ ചെയ്യുമല്ലോ. ഈ ഒരു വിശ്വാസമുള്ള നാം ശുക്രിൻ്റെ പ്രാധാന്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. എന്താണ് ശുക്ർ എന്നതോ? അങ്ങനെ ഒരു ആവശ്യം, ശുക്ർ എന്തിനാ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ട കാര്യം? വെറുതെ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഹൃദയത്തിലേക്ക് റബ്ബ് നോക്കൂ, ഹൃദയ വികാരങ്ങളാണ് റബ്ബ് നോക്കുന്നത്.
ഉള്ളിൽ ശുക്രിന്റെ വികാരമുണ്ടോ എന്നാണ് നോക്കുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി അജ്ഞരാണ് നമ്മൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അള്ളാഹു എനിക്കൊക്കെ നിയമത്ത് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ നിയമത്തിൽ സംതൃപ്തരല്ല. ഇതാണ് മറ്റൊരു പ്രശ്നം. വിരലിൽ നിന്നാവുന്ന ഒന്നോ രണ്ടോ കാര്യമാണ് നിയമത്ത് എന്ന് പറഞ്ഞത്. കുറെ പണം ഉണ്ടാവല്, കുറെ പ്രതാപം ഉണ്ടാവല്, ഇതാണ് നിയമത്ത് എന്ന് തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു. അതിനാൽ നമ്മിലേക്ക് കടന്നു വന്ന ലുർറ് നീങ്ങിപ്പോകാൻ എന്താണ് മാർഗം? നമ്മിൽ ഉള്ള നിയമത്ത് നിലനിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.